Good morning, beautiful people. ഇന്ന് ആക്ച്വലി ഒരു ഓഫ് ഡേ ആണ്, ഫ്രൈഡേ വീക്കെൻഡ് ഓഫ്. അപ്പം ഇന്ന് ജിഷി ചേച്ചിക്ക് കുറച്ച് വയ്യായ്മയുണ്ട്. അപ്പം ഞാൻ ഇന്ന് മൊത്തത്തില് നമ്മുടെ വീടും കിച്ചണും എല്ലാം അങ്ങ് ടേക്ക് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ പാടെ കിച്ചണിലോട്ട് അങ്ങ് കയറി അവിടുത്തെ ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ചെയ്ത കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു. ഇതെന്റെ ഒരു ഡെയിലി റുട്ടീനാണ് കേട്ടോ. മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫാമിലി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോയി നമ്മുടെ റൂട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് വീണ്ടും വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ ഓഫീസിലോട്ട് പോവാറുള്ളൂ. അത് മുടക്കം വരുത്താറില്ല കേട്ടോ. അപ്പൊ കിച്ചണിലോട്ട് കയറി, എനിക്ക് ആ ഷെൽഫിനെ ഒന്ന് ഡീഓർഗനൈസ് ചെയ്യണം ഗൈസ്, കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പൊ അതായിരിക്കും ഇന്നത്തെ നമ്മുടെ ടാസ്ക്. ഇന്ന് കിച്ചൺ മൊത്തത്തിൽ ഞാൻ ഏറ്റെടുത്തോണ്ട് കിച്ചൺ ഒന്ന് മൊത്തത്തിലൊന്ന് ഡീക്ലട്ടർ ചെയ്യണം, എൻ്റെ റൂംസ് ഒന്ന് എനിക്ക് ഡീക്ലട്ടർ ചെയ്യണം. അപ്പൊ രാവിലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാം. കോഫി ഇല്ലാണ്ട് എനിക്ക് രാവിലെ പറ്റില്ല എന്നറിയാലോ. അപ്പൊ കോഫി ഉണ്ടാക്കണം. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും, അത് കൂടാണ്ട് ഈനുകൂട്ടൻ എന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മുടെ ചെറുപയറും റാഗിയും കൂടെയുള്ള ദോശയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടിയിലോട്ട് കിടക്കാം. നോക്കിയപ്പോഴത്തേക്കും പയറ് തീർന്നിരിക്കുവാണ്. അപ്പൊ അത് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അല്ലേ ഗൈസ്? എല്ലാവരും ഈ ഗ്ലാസിന്റെയും ഇതിന്റെ ഒന്നും പാത്രമായിരിക്കില്ലല്ലോ എല്ലാത്തിനും വേണ്ടി വെക്കുന്നത്. ഇത് ഞാൻ ഫിനിഷ് ചെയ്ത് എന്റെ ഹോർലിക്സിന്റെ കുപ്പിയാണ്. അപ്പം ഡു നോട്ട് ജഡ്ജ്, എല്ലാ വീട്ടിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനത് ഫില്ല് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ റാഗി ദോശക്കുള്ള പ്രിപ്പറേഷൻ സെറ്റ് ആക്കി വെക്കും. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വ്ളോഗിൽ ഇടാം. കാരണം അത് അടിപൊളിയുള്ള റെസിപ്പിയാണ്. അതും കോക്കനട്ട് ചട്നിയും കൂടെ പൊളിയാണ്. അപ്പൊ ആവശ്യത്തിന്, ഇതെനിക്ക് കണക്കൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ആവശ്യത്തിന് ഇച്ചിരി നമ്മുടെ പയറെടുത്തു. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 വാട്ടർ സിസ്റ്റം ഉണ്ട്. ഒന്ന് പ്യൂരിഫൈഡ് വാട്ടർ ആണ്, ആ സൈഡിൽ കാണുന്ന ടാപ്പ്. മറ്റേത് നമ്മുടെ നോർമൽ ലോക്കൽ വാട്ടർ ആണ്. അപ്പം ആദ്യമേ നമ്മൾ 2 ടൈംസ് നമ്മുടെ ലോക്കൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ നമ്മുടെ ഫിൽറ്റേർഡ് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കും. കാരണം ഇവിടെ സ്റ്റോൺസിന്റെ ഒക്കെ കംപ്ലൈന്റ് നോർമൽ വാട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര കൂടുതലാണെന്ന് ഇങ്ങനെ കേട്ടതുകൊണ്ട് നമ്മളത് ഇവിടോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മാറ്റി. അപ്പൊ ആ വാട്ടറിലും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത പ്രോസസ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ സോറി തൊണ്ട അടറിപ്പോയി ഗൈസ്. അപ്പൊ ഇല്ലെങ്കിൽ അത് കുതിരത്തില്ല. അപ്പം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തു. 2-3 തവണ ഞാൻ വാട്ടർ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യമുള്ള അടുത്ത ഒരു ഐറ്റം കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്കത് അങ്ങ് സോക്ക് ചെയ്യാനായിട്ട് അവിടെ ലീവ് ചെയ്തിട്ട് വരാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാമേ. എടുത്ത സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചു വെച്ചില്ലെങ്കിൽ ഇനി ഇവിടുത്തെ മാഡം വരുമ്പോൾ എന്നെ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം അതേപടി ഞാൻ തിരിച്ചു വെച്ചു. ഈ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പൊ നമ്മൾ 1 ടീസ്പൂണ് ഉലുവയും കൂടെ നമ്മുടെ പയറിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉലുവയും പയറും കൂടെ കുതിരാനായിട്ട് ഒരു 2 hours വെക്കാം കേട്ടോ. ഇവിടെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 6:37 ആവുന്നതേ ഉള്ളൂ. അപ്പം ഒരു 7 ഈനുകൂട്ടൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ച് ഒരു 10-15 മിനിറ്റും കൂടെ അവന്റെ പല്ല് തേപ്പും കുളിക്കത്തില്ല, ചെയ്തിട്ട് കുളിക്കത്തുള്ളൂ. പല്ലൊക്കെ തേച്ച് വാഷ്റൂമൊക്കെ പോയി എല്ലാം സെറ്റായി ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ദോശയും റെഡിയാക്കി ഈനുകൂട്ടിന് കൊടുക്കാം. ആള് കഴിക്കുമെന്ന് അറിയത്തില്ല. ആൾക്ക് എപ്പോഴും ദോശയാണ് ഇഷ്ടം, നമ്മുടെ നോർമൽ അരിദോശ. ഇത് ആൾക്ക് കഴിക്കുമെന്ന് അറിയില്ല, പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അത് അടിപൊളി റെസിപ്പിയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഡയറ്റിന്റെ സമയത്ത് കഴിക്കാറുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് തിങ് ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ഡേ തുടങ്ങണമെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ കോഫി വേണം. യൂഷ്വലി ഞാൻ ബ്ലാക്ക് ആണ് എടുക്കുന്നത്. ഞാൻ ഓഫീസിൽ പോകുമ്പോഴും ഒരു നമ്മുടെ ഫ്ലാസ്ക് നിറച്ച് ബ്ലാക്ക് എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ചെന്ന് ഉണ്ടാക്കണം, സ്റ്റീവിയ ആഡ് ചെയ്യണം, അത് പറ്റില്ല. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ നോർമൽ റെഗുലർ ആയിട്ടുള്ള ഒരു കോഫി വീഡിയോ തന്നെ ഉണ്ടാക്കാം. വീഡിയോ അല്ല, കോഫി തന്നെ ഉണ്ടാക്കാം വീഡിയോക്കകത്ത്.
അപ്പോൾ ഈ ഒരു ടൈമാണ് എനിക്ക് വേണ്ടി തന്നെ കിട്ടുന്നത്, രാവിലത്തെ ഒരു ആ ടൈം. പിന്നെ അത് കഴിയുമ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്ക് ലഞ്ച് അടിപൊളിയാക്കി ഉണ്ടാക്കണം. കാരണം അച്ഛൻ ഇന്ന് ഓഫാണ്, ജെറുമോൻ ഇന്ന് ഈവനിങ് ആണ്, ഈനക്കൂട്ടൻ എഴുന്നേറ്റ് വരും. പിന്നെ അതിലോട്ടൊരു മൊത്തത്തിലൊരു തിരക്കുള്ള ദിവസമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കോഫി, പിന്നെ നമുക്ക് കുറച്ച് നേരം നമുക്ക് വേണ്ടി തന്നെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വെറൈറ്റീസ് ഓഫ് കോഫീസ് കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, കുറേ കോഫി ഷോപ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഓൾവേസ് നമ്മുടെ നാട്ടിലെ ബ്രൂ ആണ് എനിക്കിഷ്ടം. അയ്യോ, ഇതായി കാണുന്നുണ്ടെങ്കിൽ ഇഗ്നോർ ദിസ് പാർട്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീവിയ അല്ല, നോർമൽ ഷുഗർ ആണ്. കാരണം എനിക്കൊരു നോർമൽ ഡേ ആയിട്ട് ആഘോഷിക്കാനാണ് എനിക്കിന്ന് തോന്നിയത്. എൻ്റെ ഡേ ആഘോഷിക്കാൻ മൈ മലയാളം at times gets more worse, guys. Ignore my മലയാളം പ്ലീസ്. പക്ഷെ ഞാൻ അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കും പ്ലീസ്. എനിവേസ്, അപ്പം എടുത്ത കാര്യങ്ങളൊക്കെ തിരിച്ചു വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കോഫി പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. അതുകൂടെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം പോയി റിലാക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ ബാക്കി ഇന്നത്തെ ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിംഡ് മിൽക്കാണ് കേട്ടോ. കാരണം മറ്റേ മിൽക്ക്, നോർമൽ ഫാറ്റ് മിൽക്ക് ഞാനിപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. കാരണം കുറച്ച് ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെപ്റ്റിസൈഡ് മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഞാൻ ലാക്ടോസ് ഇൻടോളറൻസ് ഒന്നുമല്ല, പക്ഷേ എന്തോ സം സോർട്ട് ഓഫ് ഡിസ്കംഫോർട്ട് മിൽക്ക് എടുക്കുമ്പം രാവിലെ. സോ സ്കിംഡ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഫാറ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോർമലായിട്ട് ലൈക്ക് ഒരു ഭയങ്കര തിക്കല്ല മിൽക്ക്. അപ്പം വയറിന് അത്രയ്ക്ക് പ്രോബ്ലം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ യാ, അപ്പം പാലും മിൽക്കും കോഫിയും എല്ലാം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് നേരം പോയി റിലാക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരിക്കാം. ഇവിടുത്തെ ചൂടിൻ്റെ ആണോ എന്നൊന്നും അറിയത്തില്ല, ഭയങ്കര ക്ഷീണമാണ് ഗൈസ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ഖത്തറിലുള്ളവർക്ക്? അപ്പം നല്ലൊരു സ്ട്രെച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ഇന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചത് നമ്മുടെ വീഡിയോയുടെ റീച്ചും കാര്യങ്ങളൊക്കെ എത്രയായെന്നുള്ളത്. സബ്സ്ക്രിപ്ഷൻസ് 222 ആയിട്ടുണ്ട്, പക്ഷേ വാച്ച് അവേഴ്സും മറ്റേ നമ്മുടെ വാച്ച് വ്യൂസൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ പ്ലീസ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൽ കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലേ ഉള്ളൂ, നമുക്കധികം ഒരു രീതിയിലുള്ളൊരു പെനി പോലും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് പ്ലീസ്. അപ്പം നമ്മുടെ കോഫിയൊക്കെ കുടിച്ചു നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ നാക്ക് പൊള്ളിപ്പോയതാണ് അതിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ റിലാക്സ് ഒക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ട് ഭയങ്കര കോമഡിയാണ് നമ്മളെ തന്നെ കാണാനല്ലേ ഗൈസ് ടി വിയിൽ ഇങ്ങനെ ഇരുന്ന്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ മോർണിംഗ് എൻ്റെ റുട്ടീൻ എന്ന് പറയണത്. ഇനി പോയിട്ട് എനിക്ക് ഫ്രഷനപ്പ് ആവണം. കോഫി കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷനപ്പ് ആവാറുള്ളൂ, അതൊരു ശീലമായിപ്പോയി. ഇതുപോലെ എത്ര പേർക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെന്ന് എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കുട്ടി എൻ്റെ മോർണിംഗ് യൂഷ്വൽ ഡേ, ഒരു ഫ്രൈഡേ എന്നുള്ള രീതിയിലുള്ള ഡേ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടേക്ക് കെയർ, ബൈ.